ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ കാണുമ്പോൾ കണ്ട് സന്തോഷം ഞങ്ങൾക്ക് മനസ്സിലായി. എന്താ വെച്ചാൽ ഇപ്പൊ ഒന്നാമത്തെ വിഷുവിന്റെ സമയമായെന്ന് വിഷുക്കണിന്ന് പറഞ്ഞിട്ട് വിഷു കൈ നീട്ടമാണ് കിട്ടിയിരിക്കുന്നത്. അതിനൊരു സന്തോഷം. 24ാമത്തെ വയസ്സിലെ എന്താ പോകാനുള്ള കാരണം എന്തായിരുന്നു? ബിസിനസ് ഉണ്ടായി, അതിൽ കുറച്ച് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ടായി. കടത്തെ പേടിച്ച് ആൾക്കാരെ ഫേസ് ചെയ്യുന്നത്, ആൾക്കാരെ എങ്ങനെ ഫേസ് ചെയ്യുന്നുള്ളതാണ് അവന്റെ മുഖ്യ ഇതുണ്ടായിരുന്നത്. അത് നമ്മൾക്ക് ഇത് വിവരം അറിയിക്കാനായിട്ട് എന്തെങ്കിലും ഇത് അറിയണ്ടേ. പിന്നെ മരിക്കുന്നതിന് മുമ്പ് ഒന്ന് കാണണം എന്നുള്ള ഒരു ആഗ്രഹം മാത്രമേ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നുള്ളൂ. അല്ലാതെ വേറെ ഇവരെ കൊണ്ട് നീ ഞങ്ങൾക്ക് ജീവനമില്ല. അല്ല, അപ്പൊ അച്ഛനും അമ്മയൊന്നും വിളിക്കാനൊന്നും ശ്രമിച്ചില്ല? വിളിക്കാനായിട്ട് ആ സമയത്ത് നമ്മളെ ഫോൺ നമ്പർ അങ്ങനെ ഒന്നും ഉണ്ടായില്ല. ഇരിങ്ങാലക്കുട വള്ളിവട്ടത്ത് ഷിജേഷ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഒരു കടബാധ്യത മൂലമാണ് ഇറങ്ങിപ്പോയത്. അതിനുശേഷം ഇപ്പോൾ 19 വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു വന്നിരിക്കുന്നത്. അത് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള മൊമെൻ്റാണ്. അമ്മയും അച്ഛനും ഒക്കെ 19 വർഷങ്ങൾക്ക് ശേഷം മകനെ കാണുകയാണ്. ഇതെങ്ങനെയാണ് സംഭവം മകനെ കണ്ടുപിടിക്കുന്നത്? മകനെ കണ്ടുപിടിച്ചത് ഞങ്ങൾക്കൊരു ചെറിയതായിട്ടുള്ളൊരു സൂചന കിട്ടി. അത് എൻ്റെ അനുജൻ്റെ മകൻ ഗൾഫിലുണ്ട്. അവൻ മുഖാന്തരം, അവൻ്റെ ഒരു കൂട്ടുകാരൻ മുഖാന്തരമാണ് ഇവൻ്റെ ഒരു സൂചന ഞങ്ങൾക്ക് കിട്ടിയത്. അതെങ്ങനെയാണെന്നുള്ളത് അവന് അറിയുള്ളൂ. അപ്പോൾ അങ്ങനെ അവൻ കിട്ടിയപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ അടിച്ചു തന്നു, ആൾ ഇന്ന സ്ഥലത്തുണ്ട്, വില്ലിച്ചൻ പോയി അന്വേഷിക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഒരു സൂചന തന്നു. ആ സൂചന പ്രകാരം പറഞ്ഞ് ഞങ്ങൾ പോലീസ് സ്റ്റേഷൻ, ഞങ്ങൾ അന്ന് പോയപ്പോൾ കേസ് കൊടുത്തിട്ടുണ്ടായില്ല. അപ്പോൾ അതുകൊണ്ട് ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷനിൽ പോയി കാര്യങ്ങൾ പറഞ്ഞു. ഇങ്ങനെ ഞങ്ങൾക്ക് ഒരു ചെറിയ ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്, അതിനെപ്പറ്റി ഞങ്ങൾ എന്ത് ചെയ്യണം. അപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ സ്വയം പോയി അന്വേഷിക്കാൻ തയ്യാറാണെങ്കിൽ പോയിക്കോ, അതല്ലെങ്കിൽ ഞങ്ങൾ അതിൻ്റെ ലൊക്കേഷൻ ടവർ അന്വേഷിച്ചിട്ട് ഞങ്ങൾ വിളിക്കാമെന്ന് പറഞ്ഞു, ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് അവർ ലൊക്കേഷൻ ടവർ അന്വേഷിച്ചിട്ട് ഞങ്ങൾ വിളിച്ച്. അങ്ങനെയാണ് എൻ്റെ അനുജൻ്റെ ഒരു മകനുണ്ട്, അവൻ്റെ ഇപ്പം ഷിഞ്ചു എന്ന് പറഞ്ഞിട്ട്, അവർ രണ്ടാളും കൂടിയാണ് പോയത് കണ്ട്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ സംസാരിക്കേണ്ടതുണ്ട്. നമുക്ക് ഇരുന്ന് കാര്യങ്ങൾ വിശദമായിട്ട് സംസാരിക്കാം. എന്തുകൊണ്ട് പോയി ഇതൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട്. അതൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നേക്കണേ. ശരിക്കും എത്രാം വയസ്സിലാണ് പോയത് ഷിജേഷ്? 24ാമത്തെ വയസ്സിലെ. എന്താ പോകാനുള്ള കാരണം എന്തായിരുന്നു? ബിസിനസ് ഉണ്ടായി, അതിൽ കുറച്ച് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ടായി. എന്ത് ബിസിനസ് എന്തായിരുന്നു? ചെമ്മീൻ കൃഷി, പിന്നെ ഒരു ചെറിയൊരു കുറി അങ്ങനെയൊക്കെ ഉണ്ടായി. സാമ്പത്തിക ബുദ്ധിമുട്ടായപ്പോൾ ഇവിടെ നിൽക്കാൻ പറ്റിയില്ല. അപ്പൊ ഞാൻ അങ്ങനെ മാറിയതാ. 2 വർഷം കഴിഞ്ഞ് തിരിച്ചു വരാമെന്നും പറഞ്ഞ് മാറിയതാ. പിന്നെ എനിക്ക് അങ്ങനെ വരാൻ പറ്റിയില്ല. അതെന്താ വരാൻ പറ്റാത്തത്? വരാൻ പറ്റാത്തത് പിന്നെ അവിടെ ഞാൻ പോയ സ്ഥലത്തെല്ലാം ഒരു പണി സെറ്റായില്ല. അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുകളെല്ലാം ഉണ്ടായി. എവിടേക്കാ ഫസ്റ്റ് പോയത് കോയമ്പത്തൂരാ. കോയമ്പത്തൂർ പോയി ഒരു 3 വർഷം അവിടെ പണിയെടുത്ത്. എന്ത് ജോലിയായിരുന്നു? അവിടെ ഒരു കമ്പനിയിൽ ഒരു ടൈം ഓഫീസ് ഗാർഡായിട്ട് പണിയെടുത്ത്. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് എന്നെ തിരുപ്പൂർക്ക് എൻ്റെ ഒരു ഫ്രണ്ട് കൂട്ടിട്ട് പോയി. തിരുപ്പൂർ ഒരു ബനിയൻ കമ്പനിയിൽ പോയി ഒരു സൂപ്പർവൈസർ പണി ഒരു 3 വർഷം ചെയ്ത്. പിന്നെ അങ്ങനെ അവിടുന്ന് ഒരാൾ കോയമ്പത്തൂർ പോകാമെന്നും പറഞ്ഞ് അവിടെ പോയി. അവിടെ ട്രെയിനിൽ കൊറിയർ കയറ്റുന്ന പണി. പിന്നെ അവിടുന്ന് ഒരാൾ ഈറോഡ് കൂട്ടിയിട്ട് വന്ന്. അങ്ങനൊക്കെ മാറി മാറി പോയിട്ട് അങ്ങനെ ഒരു സ്ഥിരമായിട്ടുണ്ടായില്ല. പിന്നെ എനിക്ക് ഇവിടെ വരാനുള്ള സാഹചര്യം ഒത്തു വന്നില്ല. അല്ല, അപ്പൊ അച്ഛനും അമ്മയൊന്നും വിളിക്കാനൊന്നും ശ്രമിച്ചില്ല? വിളിക്കാനായിട്ട് ആ സമയത്ത് നമ്മളെ ഫോൺ നമ്പർ അങ്ങനെ ഒന്നും ഉണ്ടായില്ല. അന്ന് ലാൻഡ് ലൈൻ എല്ലാം ഉള്ളൂ. പിന്നെ അങ്ങനെ എൻ്റെ ഫ്രണ്ട് കൊണ്ടുപോയി ഈറോഡ് പണിയെടുക്കുമ്പോഴാണ് ഒരു പെണ്ണിനെ കണ്ട് സംസാരിച്ച് അവിടെ വെച്ചായിരുന്നു കല്യാണം. ഒരു 2012 കല്യാണം കഴിച്ചു. ഇടുക്കിയിലുള്ള വണ്ടിപ്പെരിയാറുള്ള ഒരു പെണ്ണിനെ കണ്ട് സ്നേഹിച്ച് അവിടെ പോയിട്ട് ചോദിച്ച് അവിടെ വെച്ച് അമ്പലത്തിൽ വെച്ചായിരുന്നു കല്യാണം. അപ്പോഴും ഇവരൊന്നും വിളിച്ചില്ല? നമ്പറില്ല, അങ്ങനെ ഒന്നുമില്ല. അല്ല, നാട്ടിൽ വേറെ കൂട്ടുകാരും അങ്ങനെയൊന്നും ഉണ്ടായില്ല? കൂട്ടുകാരെല്ലാരും ഉണ്ടെങ്കിൽ ആ സമയത്ത് ലാൻഡ് ലൈൻ മാത്രമല്ലേ ഉള്ളൂ, മൊബൈൽ ഫോണൊന്നും അങ്ങനെ ഇല്ല, എല്ലാവരുടെ കയ്യിലില്ല. അപ്പൊ അങ്ങനെ കല്യാണം കഴിഞ്ഞ് ഈറോഡ് പോയി ഞാൻ കുറച്ച് 2 വർഷം ഇരുന്ന്. അപ്പൊ എൻ്റെ മകൻ അവിടെ പ്രസവിച്ചത് ഈറോഡ് പെരിയാർ ആശുപത്രിയിൽ പ്രസവിച്ചിട്ട് ഒരു 6 മാസം അവിടെ ഇരുന്നിട്ട് അവൻ ആ ചൂട് പറ്റാണ്ടായപ്പോൾ ഞങ്ങൾ 2015 ഇവിടേക്ക് തിരിച്ചു വന്നു. ഇടുക്കിയിൽ വന്നപ്പോൾ എനിക്ക് അവിടെ പണിയൊന്നുമില്ല. അങ്ങനെ എസ്റ്റേറ്റിൽ AVT എസ്റ്റേറ്റ് ഉണ്ട് അവിടെ. അങ്ങനെ അവിടെ കുറച്ച് നാൾ മാനേജർ വണ്ടിയെല്ലാം ഓടിച്ച് നടന്ന്. അപ്പോൾ കേരളത്തിലേക്ക് വന്നിട്ടും വീട്ടിലേക്കും ഇവിടെ പരിസരത്തൊന്നും വരാൻ തോന്നിയില്ല? വരാൻ തോന്നാത്തത് നമുക്ക് സാമ്പത്തികമായിട്ട് നമ്മൾ അങ്ങനെ കയ്യിലില്ല. തിരിച്ചു പോയാലും നമ്മ സാമ്പത്തികമായിട്ട് കയ്യിൽ വേണമല്ല. അത് പേടിച്ചിട്ട് അങ്ങനെ ഒരു സാമ്പത്തിക അവസ്ഥ. പിന്നെ എന്നെ കാണാനില്ല എന്നും പറഞ്ഞ് പേപ്പറിൽ കൊടുത്തതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ തമിഴ്നാട്ടിലല്ല അറിഞ്ഞ്, കേരള പേപ്പറിൽ കൊടുത്തിട്ടുണ്ടായി, അതൊന്നും ഞാൻ കണ്ടിട്ടില്ല. പോകുന്ന സമയത്ത് ഇതേപോലെ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചല്ലോ. ഞാൻ ഇവൻ പോകുന്ന പേര് ഞാൻ അറിയില്ല.
പോയി കഴിഞ്ഞിട്ട് ഇവരൊക്കെ അന്വേഷിച്ച് നടക്കുമ്പോഴാണ് ഇവിടെയൊക്കെ അന്വേഷിച്ചപ്പോഴാണ് ഇവന് എഴുതി വെച്ചിട്ടുള്ള ഒരു ലെറ്റർ എനിക്ക് കിട്ടിയത് ഇതിൻ്റെ ഉള്ളിൽ. ഞാൻ നാട് വിട്ട് പോവുകയാണ്, 2 വർഷം കഴിഞ്ഞിട്ട് തിരിച്ചു വരും, ഒന്നുകൊണ്ടും വിഷമിക്കരുത്, കടങ്ങളൊക്കെ ഞാൻ വീട്ടിൽ കൊണ്ട് എന്നൊക്കെ പറഞ്ഞ് കണ്ട് ഒരു ലെറ്റർ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കിട്ടി. അങ്ങനെയാണ് ഞങ്ങൾ പോയി എന്നുള്ള വിവരം തന്നെ അറിയും. അന്ന് തുടങ്ങിയുള്ള മനോവിഷമമുണ്ട്, ഇല്ലാന്നല്ല. പല സ്ഥലങ്ങളിൽ അന്വേഷിച്ച് ഞങ്ങൾക്ക് അറിയാവുന്ന സുഹൃത്തുക്കൾ ബോംബെയിലും ബാംഗ്ലൂരിൽ, ചിക്കമംഗ്ലൂർ, ഇങ്ങനെയൊക്കെ ഞങ്ങളുടെ ആൾക്കാരുണ്ട്. അവിടെ എല്ലാം വിളിച്ച് ചോദിച്ചു, അവരെല്ലാം അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. അന്നെങ്ങും ഇതില്ല. ഇവര് എൻ്റെ ഭാര്യ വീട് കൊടകിയിലാണ്, അവരെ വീട്ടിൽ അന്വേഷിച്ചു. എല്ലാ സ്ഥലത്തും ഞങ്ങൾ അന്വേഷിക്കാത്ത ഒന്നുമില്ല, എല്ലാ സ്ഥലത്തും അന്വേഷിച്ചു, ഒന്നും വിവരമില്ല. ഇതിനിടയ്ക്ക് വെച്ചിട്ട് ഒരു ആള് ഇവിടെ വന്ന് പറഞ്ഞു, ആള് ഇവിടെ ഈറോഡ് ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ അനിയൻ്റെ മകനും ഇവരൊക്കെ പാടെ ഒരു കാർ എടുത്ത് പോയി, അവർ അവിടെ പോയി അന്വേഷിച്ച് ഒരു ദിവസം അവിടെ ചുറ്റി കറങ്ങിയൊക്കെ വന്ന്. പക്ഷേ അഡ്രസ് ഇല്ല, ഇവിടെ കണ്ടെന്ന് മാത്രം പറഞ്ഞുള്ളൂ. അത് തുണിമില്ല ഇതിലല്ല ലോഡ് കൊണ്ടുപോകണ ആളെ പണിയണെന്നാണ് അവർ പറഞ്ഞത്. അങ്ങനെയാണ് അവിടെ പോയൊക്കെ അന്വേഷിച്ചു, ഒരു പിടുത്തം കിട്ടിയില്ല, അവർ തിരിച്ചു പോകുന്നു. ഇപ്പോ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിപ്പോ കാണുമ്പോ കണ്ട് ഇതൊരു സന്തോഷം ഞങ്ങൾക്ക് മനസ്സിലായി. എന്താന്ന് വെച്ചാൽ ഇപ്പൊ ഒന്നാമത്തെ വിഷുവിന്റെ സമയമായെന്ന് വിഷുക്കണി എന്ന് പറഞ്ഞിട്ട് വിഷു കൈ നീട്ടമാണ് കിട്ടിയിരിക്കുന്നത്. ഒരു സന്തോഷം. അമ്മേ, ഇത് അമ്മയ്ക്ക് ഇപ്പൊ സ്ട്രോക്ക് ഒക്കെ വന്നിട്ട് വർത്താനം പറയാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കണം. അമ്മ ഈ മോനെ വീണ്ടും കണ്ടപ്പോഴത്തേക്ക് അമ്മയ്ക്ക് എന്താ ഒരു അത്രയും ഇതായിപ്പോയി. ഇതിനെ ഇപ്പൊ കുറെ ദിവസം തുടങ്ങി വയ്യായി പോയ ഇതിനെപ്പറ്റി ഓർമ്മ ഉണ്ടായില്ല. എനിക്ക് ഭയങ്കര ഒരു മാസമായി ഇത് ഈ ഷോക്ക് കഴിഞ്ഞ മലയാളം 1-ാം തീയതി വീണതാണ് ആള്. ഇപ്പൊ നാളേക്ക് ഒരു മാസമായി ഈ ആള് വീണിട്ട്. അതുവരെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ മരിക്കുന്നതിന് മുമ്പ് ഒന്ന് കാണണം എന്നുള്ള ഒരു ആഗ്രഹം മാത്രമേ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നുള്ളൂ. അല്ലാതെ വേറെ ഇവരെ കൊണ്ട് നീ ഞങ്ങൾക്ക് ജീവിതമില്ല, ഞങ്ങളുടെ ജീവിതം ഇതോടുകൂടി തന്നെ അവസാനിച്ചൂടെ, അത്രേ ഉള്ളൂ ഞങ്ങൾക്ക് പ്രശ്നം. കുറെ സ്ഥലത്തൊക്കെ അന്വേഷിച്ചു. ഇവർക്ക് കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ ഒരു ഫോൺ നമ്പർ ഇല്ല. ഇവന്റെ എല്ലാ ഒരുവിധം ബാധ്യതകളെല്ലാം ഞാൻ വീട്ടി. 3 ലക്ഷം രൂപയുടെ ബാധ്യത ഇവനുണ്ടായിരുന്നു. ഈ 3 ലക്ഷം രൂപയുടെ കനറ ബാങ്കിൽ നിന്ന് 50,000 PMRY പ്രധാനമന്ത്രിയുടെ തൊഴിൽദാന പദ്ധതി പ്രകാരം 50,000 രൂപ ഇവന് എടുത്തിട്ടുണ്ടായിരുന്നു. അത് 1 ലക്ഷം രൂപയായി പോയി കഴിഞ്ഞതിന് ശേഷം. ആ 1 ലക്ഷം രൂപ ഞാൻ അടച്ചു തീർത്തി. ഇവിടെ ആൾക്കാരെ ഇന്ന് കുറച്ച് കാശ് മേടിച്ചിട്ടുണ്ടായിരുന്നു, അല്ല ഈ കുറിക്കാശ് കുറെ ആൾക്കാരെ ഉണ്ടായിരുന്നു. ഇതെല്ലാം കൂടി 3 ലക്ഷം രൂപയോളം ഞാൻ കടന്ന് തീർത്തിട്ടുണ്ട്. അച്ഛന് ജോലി എന്തായിരുന്നു? എന്റെ ജോലി ഇത് മാത്രമേ ഉള്ളൂ. ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കൂലിപ്പണിക്ക് പോകും. ഈ കടയുണ്ടായിരുന്നു. കട കൂടാതെ കണ്ടിട്ട് ഇതിന്റെ ഇത് കഴിഞ്ഞു കഴിഞ്ഞിട്ട് 8 മണിയാകുമ്പോൾ അമ്മനെ അവിടെ ഏൽപ്പിച്ചും കണ്ടിട്ട് ഞാൻ കൈക്കോട്ട് പണിക്ക് പോകും. അങ്ങനെ പുറത്ത് പോയി പണിയെടുക്കും. അങ്ങനെ ചെയ്തിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ ജീവിതം കഴിച്ചിരുന്നത്. വിഷമമുള്ള കാര്യമാണ് അച്ഛനമ്മയൊക്കെ പിരിഞ്ഞു പോകും. പിന്നെ ഈ കടം തീർത്തെന്നുള്ള വിവരം പിന്നെ അറിയിക്കാൻ പറ്റുള്ള ഒരു നമ്പർ നമ്മളെ ഇല്ല. ഉണ്ടെങ്കിലല്ലേ പിന്നെ വിളിച്ചൊരു വിവരം ഞങ്ങൾ കടം തന്നെ തീർത്തിട്ടുണ്ട്, മോനെ തിരിച്ചു വരാം. അതുകൊണ്ടാണ് മാധ്യമം പത്രത്തിൽ ഒരു ആള് നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്നു. അയാളാണ് ഈ മാധ്യമം പത്രത്തിൽ ഈ വിവരങ്ങളെല്ലാം ചേർത്ത് കണ്ടിട്ട് അയാൾ എഴുതിയത് കടങ്ങൾ തീർത്ത് മോനെ തിരിച്ചു വരുമെന്നും പറഞ്ഞു കണ്ടിട്ട് ഒരു റിപ്പോർട്ട് കൊടുത്തത്. 2017 കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ കടമൊക്കെ തീർത്തത് എത്ര വർഷം കഴിഞ്ഞപ്പോ തീർത്തു? 2 വർഷം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഒരുവിധം 2-3 വർഷം കഴിഞ്ഞപ്പോഴേക്കും തീർത്തു. ശിജേഷ് പോയി 2 വർഷം കഴിഞ്ഞപ്പോ കടമൊക്കെ തീർന്നു. ശരിക്കും ശിജേഷ് ഒരു പറയണ കേട്ടിട്ട് ഇപ്പൊ ഒരു തോന്നല്ലേ, ഒരു കുറ്റബോധ സങ്കടം അങ്ങനെയൊക്കെ വരുന്നുണ്ടോ? ഇത് എന്തുകൊണ്ടാണ്? സഹകരണ ബാങ്കിൽ നിന്ന്, വെള്ളാങ്കല്ലൂർ സഹകരണ ബാങ്കിൽ നിന്ന് ഇവന് ആധാരം വെച്ചൊരു വീടുണ്ട്. ഇവന് കൊച്ചിൻ ഷിപ്പ് യാർഡിൽ ഒരു ജോലി വാങ്ങിച്ചു കൊടുത്തു. 15,000 രൂപ ഒരു ആള് ഒഴിഞ്ഞു പോകുന്ന ജോലിയായിരുന്നു. ഒരു 2 പേരായിട്ട് അത് മേടിച്ച് അതിന് ഒരാഴ്ച പോയുള്ള അവൻ പിന്നെ പോയില്ല. ആദ്യ കടവും ബാധ്യത അവിടെ ഉണ്ടായിരുന്നു ബാങ്കിൽ. ആധാരം വെച്ചിട്ട് എടുത്താണ് ഞങ്ങൾ ആദ്യം ഇവന്റെ ആ ജോലിക്ക് വേണ്ടിട്ട് കൊടുക്കാൻ വേണ്ടിട്ട്. ആ ബാധ്യതയും തീർത്ത്. മനസ്സിലായി. അച്ഛൻ ബാധ്യതയൊക്കെ തീർത്തു എന്നാണ് പറയണത്. ഇത് അറിഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ കുറച്ചുകൂടെ മുന്നേ തിരിച്ചു വരാൻ പറ്റുമായിരുന്നു അല്ലേ? എങ്കിൽ വരുമായിരുന്നു. ഈ കടത്തെ പേടിച്ചാണ് ശരിക്കും വരാത്തത്. കടത്തെ പേടിച്ച് ആൾക്കാരെ ഫേസ് ചെയ്യണത്, ആൾക്കാരെ എങ്ങനെ ഫേസ് ചെയ്യുന്നുള്ളതാണ് അവന്റെ മുഖ്യ ഇതുണ്ടായിരുന്നത്. അത് നമ്മൾക്ക് ഇത് വിവരം അറിയിക്കാനായിട്ട് എന്തെങ്കിലും ഇത് അറിയണ്ടേ? കൊച്ചിൻ ഷിപ്പ് യാർഡിൽ പണി വാങ്ങിയിട്ടുണ്ടായി. അതൊരാഴ്ച പോയി. അത് കപ്പലിൽ നിന്ന് യൂറിയ ഇതെല്ലാം ഇറക്കിയിട്ട് നമ്മൾ പാക്ക് ചെയ്യണമായിരുന്നു. അപ്പൊ
അപ്പം എൻ്റെ വയസ്സെന്ന് പറഞ്ഞത് 10ാം ക്ലാസ് കഴിഞ്ഞിട്ടുള്ള വയസ്സായതുകൊണ്ട് നമുക്ക് ആ പണി കുറച്ച് കട്ടിയായിട്ട് തോന്നി. 2-3 മാസം ചെയ്യാറുണ്ടെങ്കിൽ നന്നാവാറുണ്ട്. ആ സമയത്ത് നമ്മ ജോലി ചെയ്യേണ്ട ഫസ്റ്റ് ജോലിക്ക് പോകുമ്പോൾ നമുക്കത് ബുദ്ധിമുട്ടായി തോന്നി. അല്ലെങ്കിൽ ഇപ്പൊ നല്ലൊരു ജോലിയിൽ ഇരുന്നേനെ. കൊച്ചിൻ മറ്റേ CTTU എന്ന് കണ്ട് പറയും, കൊച്ചിൻ തുറമുഖ തൊഴിലാളി യൂണിയന്റെ ഇതിൽ നമ്മ ചേർന്നിരുന്ന്. ഇപ്പോഴും അത് പേരുണ്ടാവും അവിടെ. ഞാനത് ഒപ്പിട്ടൊന്നും കൊടുത്തിട്ടില്ല. എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം എന്ന് പറയുന്നത്, ഇതിപ്പോ നമുക്ക് എപ്പോഴെങ്കിലും ഒക്കെ തിരിച്ചു വരാൻ തോന്നുമ്പോൾ ഏതെങ്കിലുമൊക്കെ സുഹൃത്തുക്കളെയൊക്കെ കാണാനും ഒക്കെ ശ്രമിക്കാതെ ഇങ്ങനെ ഇത്രയും വർഷങ്ങൾ, കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ തിരിച്ചു വരാൻ പറ്റാത്തൊരു മാനസികാവസ്ഥ ഉണ്ടാവാം. പക്ഷെ ആദ്യഘട്ടത്തിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇവരെ പിരിഞ്ഞിരിക്കാനൊക്കെ. ബുദ്ധിമുട്ടുണ്ടായി. ഞാനും നോക്കും ആരെങ്കിലും ഒക്കെ നമ്മ പോണ സ്ഥലത്ത് എല്ലാരെങ്കിലും ഉണ്ടോ നമ്മളെ. എനിക്ക് അതിനുശേഷം ഞാൻ എന്റെ ലൈസൻസ് റിന്യൂവൽ ചെയ്യാൻ വേണ്ടി ഞാൻ ചാലക്കുടിയിൽ ഇറക്കാൻ വന്നിട്ടുണ്ട്. അപ്പോഴും ഞാൻ നോക്കും എന്റെ വീട്ടിന്റെ അടുത്തുള്ള ആരെങ്കിലും ഉണ്ടോ, നമുക്കൊന്ന് സംസാരിക്കാം, അങ്ങനത്തെ ഉള്ള ഒരു ഇത് പ്രതീക്ഷയിൽ ഞാൻ വരും. പിന്നെ അവിടെ വരുമ്പോൾ ആരും കാണൂല, നമ്മളെ അടുത്തുള്ള ആരും അവിടെ കാണാറില്ല. അങ്ങനെ 2 പ്രാവശ്യം ഞാൻ ഇവിടെ വന്ന് റിന്യൂവൽ ചെയ്തിട്ട് പോയിട്ടുണ്ട് മദ്രാസിൽ. ഒളിച്ചെങ്കിലും ഇവിടെ വന്ന് കണ്ടിട്ടൊക്കെ അച്ഛനും അമ്മയും കണ്ടിട്ടൊക്കെ പോകാനായിട്ടൊരു ഇത് എന്താ നടക്കണമെന്ന് എനിക്ക് അറിഞ്ഞൂടല്ല. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് ഞാൻ വരാഞ്ഞത്. ഇപ്പോൾ ഒരു ചെറിയ തുകയ്ക്ക് വേണ്ടിയിട്ട് ഒരു ജീവിതം മുഴുവൻ അച്ഛനമ്മയുടെ കൂടെ ജീവിക്കാൻ പറ്റുന്ന ഒരു ജീവിതമാണ് പോയതെന്ന് ഒരു തോന്നലില്ലേ ഇപ്പോ? അങ്ങനെയുണ്ടോ? അത് അല്ലാണ്ട് പറഞ്ഞ അമ്മക്ക് സുഖം ഉണ്ടായില്ല. ഇപ്പൊ എന്നെ വന്ന് കണ്ട ഇപ്പൊ 2 ദിവസമായിട്ട് നല്ല ഉഷാറായിട്ടുണ്ട്. പക്ഷെ ഇതിനു മുന്നേ ഒരു 10 വർഷം മുന്നേ എന്നെ ആരെങ്കിലും കണ്ടു കൂട്ടിയിട്ട് വന്നിരുന്നെങ്കിൽ ഇങ്ങനെ നടക്കൂല. എനിക്കൊരു മടിയാർന്ന് വരാനായിട്ട്. എന്താ ഇവിടെ നടക്കുന്നത്? എന്നിട്ട് എവിടെ ഫാമിലി എവിടെ? മോനും വൈഫും വന്നിട്ടില്ലേ? ആ, അവരെ കൂടെ വിളിക്കോ? അവര് കോയമ്പത്തൂരായിരുന്നു. വന്നതിന് ശേഷം അവരെ ഞങ്ങൾ വിളിച്ചാണ്. ശരിക്കും ഈ കഥയൊക്കെ സിജേഷ് പറയുമായിരുന്നോ? ഇല്ല, പറയത്തില്ല. ആ, അറിഞ്ഞൂടായിരുന്നു ഈ കഥയൊന്നും? ഒന്നും പറയത്തില്ല ചോദിച്ചാ. അല്ലെങ്കിൽ ഇങ്ങോട്ട് വരാമായിരുന്നു ഞങ്ങള്. ആണല്ലേ? എവിടെ സ്ഥലം എവിടെയാണ്? ഇടുക്കി. അപ്പൊ ഈ കല്യാണം ആലോചിച്ച് വരുന്നപ്പോഴൊന്നും സിജീഷിന്റെ വിവരങ്ങൾ ഒന്നും പറഞ്ഞില്ല? പണി ഇന്ന സ്ഥലത്താണെന്നൊക്കെ മാത്രം പറഞ്ഞു? അല്ല, ഫോണിൽ കൂടെ സംസാരിച്ചായിരുന്നു. പറഞ്ഞപ്പോ ഒന്നും പറഞ്ഞില്ല. അച്ഛനമ്മ ഒന്നും ഇല്ല അങ്ങനെയാ സംസാരിച്ച, തനിച്ചായിരിക്കുന്നൊക്കെ. അപ്പൊ ഒരു 5-6 കൊല്ലമായിട്ട് ഫോണിൽ കൂടെ വെറുതെ സംസാരിച്ച്. പിന്നെ ഞങ്ങള് വീട്ടിൽ ചെന്നിട്ട് വീട്ടില് വരെ പയ്യനെ ആലോചിക്കുമായിരുന്നു. അപ്പൊ വീട്ടിൽ ചെന്ന് പറഞ്ഞു ഇങ്ങനെ ഒരു ചെക്കനുണ്ടെന്ന്. അച്ഛനമ്മയില്ലാന്ന് തോന്നുന്നു, ആള് പാവാൻ തോന്നുന്നു. അപ്പൊ വീട്ടില് എന്റെ ഇഷ്ടമാന്ന് പറഞ്ഞിട്ട് പിന്നെ അവിടെ അമ്പലത്തിൽ പോയിട്ട് എല്ലാം ഞങ്ങളുടെ ബന്ധുക്കാരൊക്കെ ഉണ്ടായിരുന്നു വെച്ച് കല്യാണം കിട്ടി. എന്നിട്ട് ഈ അച്ഛനും അമ്മയൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞത് എന്നാണ്? അല്ല, ഇപ്പൊ വന്നത് അറിഞ്ഞത്. ഇപ്പൊ വന്നപ്പോ അറിഞ്ഞതേ ഉള്ളൂ? അത്രയും കാലം ഒന്നും പറഞ്ഞില്ല? ഞാൻ എന്തെങ്കിലും ചോദിക്കുമ്പോ വിഷമാകും. പിന്നെ പിന്നെ നമ്മളൊന്നും ചോദിക്കാൻ നിന്നില്ല. ഇത് എന്നിട്ട് ഇപ്പോ ഈ കഥയിൽ എങ്ങനെയാ കണ്ടുപിടിച്ചേ? അത് പറയേണ്ട ആളാണ്. എങ്ങനെയാ ഇവര് കണ്ടുപിടിച്ചെന്ന് മനസ്സിലാക്കിയോ? കണ്ടുപിടിച്ചെന്ന് ഇവിടെ വന്നിട്ടുള്ള കേട്ടറിവേ എനിക്കുള്ളൂ. ഈ ഫേസ്ബുക്കിൽ കണ്ടിട്ടാണോ ശരിക്കും ഒരു മനസ്സിലാക്കണേ? ഫേസ്ബുക്കില് ഞാൻ വണ്ടി പെരിയാറുള്ള ഒരാൾക്ക് ഞാൻ ഫ്രണ്ട് റിക്വസ്റ്റ് കൊടുത്തിരുന്നു. അങ്ങനെ എന്റെ ഫോട്ടോ ഒരു ഫേസ്ബുക്കിൽ എന്റെ കുഞ്ചൻ എന്ന് പറഞ്ഞ അച്ഛന്റെ അനിയന്റെ മകൻ കണ്ടു. ദുബായിലാണ് ഇരിക്കുന്നത്. അവരിങ്ങനെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴും ഒരു ഫോട്ടോ കണ്ട്. അപ്പൊ ഇവർക്ക് അത് ഞാനാണോ എന്ന് അവർക്ക് അറിഞ്ഞൂടാ. അങ്ങനെ ഇവര് എന്റെ ഫ്രണ്ട് റിക്വസ്റ്റ് എല്ലാം സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാനപ്പോഴും ഞാൻ ഇവിടെ ഹൈസ്കൂൾ പനങ്ങാടിയിലാണ് പഠിച്ചത്. അപ്പോഴും ഞാൻ അവിടത്തെ സ്കൂളാണ് കൊടുത്തിരുന്നത്, വണ്ടിപ്പെരിയാറ് സ്കൂളാണ് കൊടുത്തിരുന്നത്. അപ്പൊ വണ്ടിപ്പെരിയാറുള്ള ആള് നോക്കിയവൻ എന്റെ കുഞ്ചിന്റെ മകൻ നോക്കിയപ്പോൾ വണ്ടിപ്പെരിയാറുള്ള ഭാഗത്ത് ആൾക്കാരെ നോക്കിയിട്ട് അവരായിട്ട് ഫ്രണ്ടായതിനു ശേഷം അവരെടുത്ത് പറഞ്ഞ് ഒരു ഫോട്ടോ അയച്ചു കൊടുത്തിട്ട് പറഞ്ഞ് ഇതേമാതിരി ഒരാള് ഇവിടെ നിന്ന് മിസ്സായിട്ടുണ്ട്, എൻ്റെ കുഞ്ചന്റെ മകനാണ്, അപ്പൊ അവരൊന്ന് പോയി അറിയാൻ പറ്റുമെന്ന് അവരെ ഫ്രണ്ടായിട്ട് റിക്വസ്റ്റ് ചെയ്ത് നോക്കി. അപ്പോൾ അവർ പറഞ്ഞ് ശരി, ഞാൻ ഇവിടെ ഉണ്ടെങ്കിലും ഞാൻ അന്വേഷിച്ചിട്ട് പറയാന്ന് പറഞ്ഞ്. അങ്ങനെ അവരെ വീടിന്റെ അടുത്തുള്ള ഒരു രാജു എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട്, എന്റെ കൂടെ പണിയെടുക്കണതാണ്. അപ്പൊ ഞങ്ങൾക്കൊരു റോയൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ട്. അതിൽ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഷെയർ ചെയ്യും.
അപ്പോൾ അവരെ അടുത്താണ് ഇവരെ വീട്. അപ്പോൾ അവരെടുത്ത് പോയിട്ട് ഈ ഫോട്ടോ കാണിച്ചപ്പോൾ അവർ പറഞ്ഞ് ഞങ്ങളെ കമ്പനിയിലാണ് പണിയെടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അവർ എന്നെ അറിയാണ്ട് എന്നെ ഇവിടെ എത്ര വർഷമായിട്ടുണ്ട്, പെർമനന്റ് സ്റ്റാഫാണോ എല്ലാം അറിഞ്ഞിട്ട് ഇവൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞപ്പോൾ ഇവർക്ക് കൺഫേം ആയി. അങ്ങനെ ഇവർ പോലീസിലെല്ലാം പോയി പറഞ്ഞ്. അപ്പം ഏതോ കോടതി അവധിയായിരുന്നു. ഇവിടുന്ന് ഒരു പോലീസുകാർ, 2 പോലീസ് SIയും ഒരു കോൺസ്റ്റബിളും പിന്നെ എൻ്റെ അച്ഛൻ്റെ അനിയനും ഒരു ചേട്ടനും അവിടെ വന്നപ്പോൾ ഞാൻ പണി സ്ഥലത്തായിരുന്നു. അവിടെ വന്ന് എല്ലാവരുടെ അടുത്തും തിരക്കിയപ്പോൾ എന്നെ അന്വേഷിച്ച് എൻ്റെ സൂപ്പർവൈസർ പറഞ്ഞ്, സെബാസ്റ്റ്യൻ എന്ന് പറഞ്ഞൊരു സൂപ്പർവൈസർ ഉണ്ട്, അവർ പറഞ്ഞ് നിന്നെ അന്വേഷിച്ചൊരു പോലീസുകാർ വന്നിട്ടുണ്ട് ജീപ്പിലെന്ന് പറഞ്ഞ്. അപ്പം എനിക്കറിഞ്ഞൂടാ. 1.5 മണിക്കൂർ അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ നമുക്കൊരു സംശയമായി. എന്താ അങ്ങനെ എൻ്റെ ഫോൺ നമ്പർ ഉണ്ടാവുമല്ല, വിളിച്ചാൽ മതിയല്ല എന്ന് പറഞ്ഞ്. അപ്പോൾ അവർ വിചാരിച്ചെന്താണ് നമ്മൾ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ നിന്ന് എസ്കേപ്പ് ആവുമെന്ന് വിചാരിച്ചിട്ടാണ് അവർ വിളിക്കാണ്ടിരുന്നത്. 1.5 മണിക്കൂറോളം അവിടെ കിടന്ന് എൻ്റെ പണി 11 മണി അങ്ങോട്ട് കഴിഞ്ഞ് അവിടെ ഗേറ്റിൽ വന്ന് നോക്കിയപ്പോഴാണ് വണ്ടിയിൽ 2 പോലീസുകാരുണ്ട്, കുഞ്ചനുണ്ട്. അപ്പം എൻ്റെ അടുത്ത് ഇവരെ അറിയുമോ ചോദിച്ചപ്പോൾ ഞാൻ നോക്കിയപ്പോൾ പോലീസുകാരെ കണ്ടപ്പോൾ അറിഞ്ഞുകൂടാന്ന് പറഞ്ഞു. അപ്പോൾ കുഞ്ചനുണ്ടായി. കുഞ്ചൻ പുറത്തിറങ്ങി വന്നപ്പോൾ എനിക്ക് മനസ്സിലായി അച്ഛൻ്റെ അനിയനായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞ ഇതെൻ്റെ കുഞ്ചനാണെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ വിളിച്ചു പോയി. ഇങ്ങനെ സംസാരിച്ച് അപ്പോൾ ഒരു ഭയങ്കര ഒരു മാനസികമായിട്ടൊരു പ്രശ്നം പെട്ടെന്ന് കാണുമ്പോഴേ. പിന്നെ കുഞ്ചനെ പോയി സംസാരിച്ചപ്പോൾ പറഞ്ഞു ഇപ്പോൾ നമുക്ക് പോകാം. അപ്പം ഞാൻ പറഞ്ഞു കുളിക്കണം, പണി കഴിഞ്ഞ് വന്നിട്ടുള്ളൂ, കുളിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഒരു പോലീസുകാരനും കുഞ്ചനും വീട്ടിൽ വന്ന് ഇനി ഞാൻ അവിടെ നിന്ന് ഓടി പോകാം അല്ലേ അത് അറിയാൻ വേണ്ടി. അങ്ങനെ പോയി കുളിച്ച് നിന്നെ കൊണ്ടുവന്ന് കോടതിയിൽ ഹാജരാക്കിയിട്ട് ആ കേസ് തീർത്തിട്ട് നീ പോയിക്കോളാൻ പറഞ്ഞിട്ട് ഞാൻ തുണിയൊന്നും എടുത്തിട്ട് ഒരു ജോഡി തുണി എടുത്താൽ മതി, തുണിയൊന്നും എടുക്കാൻ അങ്ങനെ വന്ന് അവർ കൂടെ വന്നപ്പോഴേക്കും വിളിച്ച് പറഞ്ഞിരുന്നു കോടതിയിൽ 9 മണി വരെയും ജഡ്ജി ഇരിങ്ങാലക്കുട കോടതിയിൽ ഒരു ലേഡീസായിരുന്നു ജഡ്ജി അവിടെ ഉണ്ടായി. അങ്ങനെ അവിടെ ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷനിൽ പോയി എല്ലാ റിപ്പോർട്ട് തയ്യാറാക്കിയിട്ട് ജഡ്ജിയെ കണ്ട് അല്ല ചേച്ചിയുടെ വീട്ടിൽ പോയി കൊടുങ്ങല്ലൂര്. അപ്പോഴും ഭാര്യയും മോനെയും കൂടെ കൊണ്ടുവന്നിരുന്നു? ഇല്ല, ഭാര്യയും മോനും കോയമ്പത്തൂരായിരുന്നു. മോൻ കോയമ്പത്തൂരാ പഠിക്കുന്നത്. ഇനിയിപ്പോ എത്ര ദിവസം ഇവിടെ നിൽക്കാന്നാണ് ഇപ്പോ തൽക്കാലത്തേക്ക്? നിക്കാന്ന് പറഞ്ഞത് അവിടെ ഒരു 6 മാസം പണിയുണ്ട്. ഇനി അവിടെ പോയിട്ട് എല്ലാം നോക്കിയിട്ട് എല്ലാം തീർത്ത് വന്ന് ഇവിടെ ഇരിക്കാണ്. സത്യത്തിൽ ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. ഇതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് എത്രത്തോളം ആണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഓരോരുത്തരും ഓരോ പെർസ്പെക്റ്റീവിലാണ് ഇതിനെ കണ്ടതെന്നുള്ളതാണ്. മിസ്അണ്ടർസ്റ്റാൻഡിങ്ങും കമ്മ്യൂണിക്കേഷൻ ഡിലേ ഒക്കെ ആയിരുന്നു ഇതിനകത്ത് ഇത്രയും വർഷങ്ങൾ നീണ്ടുപോയതെന്നുള്ളതാണ്. ഒരു മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഉണ്ടാവില്ലായിരുന്ന ഒരു കാര്യമാണ് അന്നത്തെ കാലഘട്ടത്തിൽ സംഭവിക്കുകയും പിന്നീട് ഇത് തുടർന്ന് ഒരു മാനസികാവസ്ഥ മാറുകയും ഒക്കെ ചെയ്തിട്ട് പിന്നെ മറ്റൊരു രീതിയിലുള്ളൊരു ജീവിതം അവിടെ ജീവിക്കുകയും ചെയ്തു. പക്ഷേ ഇവിടെ 19 വർഷമായിട്ട് ഒരു കുടുംബം കാത്തിരിപ്പുണ്ടായിരുന്നു. ഇപ്പം മറ്റൊരു കുടുംബമായിട്ട് വന്നിട്ട് ആണെങ്കിലും ഇത് ജോയിൻ ചെയ്തപ്പോൾ ഈ റീജോയിനിങ് എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമുള്ള പരിപാടിയാണ്. വിഷു വളരെ രസമായിട്ട് ആഘോഷിക്കുകയാണ്. വിഷുവിന് ഭയങ്കര രസമായിട്ട് ആഘോഷിക്കാം നമുക്ക്. കാരണം എന്ന് വെച്ചാൽ ഇത്രയും സന്തോഷമുള്ള വേറെ മൊമെന്റ് ഇല്ല. ഇതിൽപോലെ ഒരു ആഘോഷത്തിന് മൊമെന്റ് ഉണ്ടാവില്ല. അങ്ങനെ ഇത്ര വർഷം 19 വർഷത്തിന് ഇങ്ങനെ ഒരു ഇതുണ്ടാവും. അതെ, എല്ലാ പരാതിയും പരിഭവങ്ങളും വിഷമങ്ങളും എല്ലാം സങ്കടങ്ങളെല്ലാം കരഞ്ഞു തീർത്തുകൊണ്ടിരിക്കുകയാണ്, ഇല്ലെങ്കിൽ പറഞ്ഞു തീർത്തുകൊണ്ടിരിക്കുകയാണ്. അത് കാണുമ്പോൾ നമുക്കും ഒരു ആശ്വാസം, 19 വർഷം കഴിഞ്ഞെങ്കിലും വന്നല്ലോ എന്നുള്ളൊരു ആശ്വാസമാണ് നമുക്കുള്ളത്.